കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് പ്രോഗ്രാം കേട്ടിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു കുളമുണ്ട്, അല്ലെങ്കിൽ മീനെ വളർത്തുന്നുണ്ട്. തെക്ക് ഭാഗത്ത് മീൻ കൃഷിയാണ് നോക്ക്, അപ്പോൾ തെക്ക് ഭാഗത്ത് മീനെ വളർത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് വീടിൻ്റെ പണിയുടെ ആവശ്യത്തിനായിട്ട് തെക്ക് ഭാഗത്ത് നമ്മളൊരു ടാങ്ക് കെട്ടിയായിരുന്നു. അപ്പോൾ വീട് പണി കഴിഞ്ഞിട്ട് നമ്മളത് പൊളിച്ചില്ല. ആ ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ടിട്ട് നമ്മളവിടെ മീനെ വളർത്തിയാണ്. അപ്പോൾ സാറിൻ്റെ പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് നമുക്കത് മോശമാണെന്ന് തോന്നി. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നും തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് എന്നുള്ളത്, ഇത് എങ്ങനെയാണ് പ്രശ്നക്കാരനായിട്ട് വന്നത്, അല്ലെങ്കിൽ ഇത് എന്തോ ആ പ്രശ്നം സൃഷ്ടിച്ചെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇതൊരു വീടിൻ്റെ മാതൃകയാണ്. നമ്മളൊരു സ്ക്വയർ ആക്കി എടുത്തു. ഇതിനെ നമ്മൾ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ ഇതിനെ കറക്റ്റ് 9 തിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇതിനെ 9 തിരിച്ചു. എന്നിട്ട് ദിക്കുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. ചിലർ വിളിച്ചിട്ട് നക്ഷത്രം പറഞ്ഞിട്ട് എൻ്റെ നക്ഷത്രം ഇന്നതാണ്, എന്തെങ്കിലും ദോഷമുണ്ടോ? അപ്പം നമ്മൾ നക്ഷത്രത്തെ അല്ല ബേസ് ചെയ്യുന്നത്, നമ്മൾ ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് നോർമൽ കേസിൽ സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഇത് വന്നിട്ട് നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്. ചിലർ വിളിച്ചിട്ട് പറയുന്നത് മലയാളത്തിൽ പറയണേ, ചിലർ വിളിച്ചിട്ട് പറയുന്നത് ഇംഗ്ലീഷിൽ പറയണേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തങ്ങ് പറയാം. അപ്പം സൗത്ത് തെക്ക് വശം, നോർത്ത് വടക്ക്, ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, സൗത്ത് വെസ്റ്റ് കന്നിമൂല, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് വായുകോണ്, നോർത്ത് വെസ്റ്റ്, വടക്ക് കിഴക്ക് ഈശാനകോണ്, നോർത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക് അഗ്നിക്കോണ്, സൗത്ത് ഈസ്റ്റ്. ഓക്കെ, ഇങ്ങനെ 8 തിരിച്ചു. അപ്പം ചിലർ ഈ തെക്കെന്ന് പറയുന്നത് ഈ പറയുന്ന 45 ഡിഗ്രി, മൊത്തത്തിൽ കോമ്പസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് കോമ്പസ്. നമുക്ക് എത്ര ദിക്കുകളുണ്ട്? 8 ദിക്കുകളുണ്ട്. അപ്പം 360നെ 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 45 ഡിഗ്രി കിട്ടും. അപ്പം ഒരു ദിക്കെന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ ചിലർ പറയും, ഇത് കണക്ക് ഞാൻ ആ സബ്ജക്റ്റിൽ നിന്ന് മാറുകയാണ്. ചിലർ പറയും എൻ്റെ കന്നിമൂല ഇതാണ്, ഞാൻ ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയുമ്പോൾ ഇതാണ് ആശാരി വന്ന് കുറ്റിയടിച്ച നമ്മുടെ കന്നിമൂല. അപ്പോൾ ഈ ഒരു 45 ഡിഗ്രി, അതായത് ഈ വീട്ടിന്റെ മൊത്തത്തിൽ 8 ഭാഗം കന്നിമൂലയാണ്. അപ്പം നിങ്ങൾ ഇവിടെ ടോയ്ലറ്റ് പണിഞ്ഞാലും ഇവിടെ ടോയ്ലറ്റ് പണിഞ്ഞാലും അത് കന്നിമൂലയിൽ തന്നെയാണ്. മനസ്സിലായല്ലേ? നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം നമ്മൾ സൗത്ത് എന്ന് പറയുന്ന 45 ഡിഗ്രി ഇതാണ്. അപ്പം ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു ജലാശയം പണിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ടാങ്ക്, പണി കഴിപ്പിച്ചുള്ള ടാങ്ക്. ഇവിടെ നമ്മൾ അത് പൊളിച്ചില്ല, അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് മീനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവരും മീൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു സൗകര്യം വന്ന് നമ്മൾ ഈ ഭാഗത്ത് വലിയൊരു ഇത് ചെയ്ത് ഇവിടെ ഇത് ചെയ്തു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്, ഇത് തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ട്, മൊത്തവും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഫെങ്ഷു പ്രകാരം ഈ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട്. ഇതില് എല്ലാ ദിക്കിലും ഓരോ എലമെന്റ് ഉണ്ടെന്നുള്ളതാണ് ഫെങ്ഷുയുടെ കണക്ക്. അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന എലമെന്റ് എന്ന് പറയുന്ന വുഡ് എന്ന് പറയുന്ന എലമെന്റ് ആണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നത്. വടക്ക് ഭാഗത്ത് നിൽക്കുന്നത് വാട്ടർ എന്ന് പറയുന്ന എലമെന്റ് ആണ്, അതായത് പഞ്ചഭൂതങ്ങൾ. സൗത്തിൽ നിൽക്കുന്നത് ഫയർ ആണ്. അപ്പോ ഓരോ ദിക്കും ആ ദിക്കിലെ എലമെന്റോ ആ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റോ മാത്രമേ ആ ദിക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് നേരെ ഗുണത്തേക്കാൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തെക്ക് വശത്ത് നിൽക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫയർ ആണ്, അഗ്നിയാണ്. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വെള്ളം കൊടുത്തിരിക്കുകയാണ്. വെള്ളം എന്ന് പറയുന്ന ജലാശയോ മറ്റേ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അഗ്നി ഈ ജലത്താൽ കെട്ടുപോകും. അപ്പോൾ തെക്ക് വശത്ത് പറയുന്നത് പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഒക്കെയാണ് തെക്ക് ഭാഗത്ത് പറയുന്നത്. അതെല്ലാം നേരെ താഴെ പോകും. ഇത് താഴെ പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ് പോകും, നമ്മുടെ സമ്പത്ത് പോകും. അങ്ങനെ മൊത്തവും ടോട്ടൽ ലോസിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് തെക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും വെള്ളം പാടില്ല. ഇപ്പോൾ ചിലർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ ഇവിടെ ചെറിയൊരു പൈപ്പിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടാകും. ജസ്റ്റ് ഒരു പൈപ്പ് അവിടെ നിൽക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല. അതല്ല, ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ചിലർ അക്വേറിയം
ഇപ്പൊ ഞാൻ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് ഒരു വീട് കൺസൾട്ടിങ്ങിന് പോയപ്പോൾ അവരുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒരു അക്വേറിയം, നല്ലൊരു അക്വേറിയം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം വീടിന് ചെറിയ തിരിവുണ്ടെന്ന് അവർക്കിത് തെറ്റാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് തന്നെ ആ ദിക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടന്റിനെ വിളിച്ച് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആകട്ടെ അതിൽ നിന്നും ക്രമേണ നിങ്ങൾക്ക് മാറി ജീവിതത്തിൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കൺസൾട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ വന്ന് നിങ്ങളുടെ വീടിന്റെ മൊത്തത്തിലുള്ള പ്ലാനും ഡിഗ്രിയും എടുത്ത് ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ എടുത്തിട്ട് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ചെയ്തു തരും. അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ചിലർ വിളിച്ചിട്ട് ഒരു സംശയമുണ്ട്, സാർ ഇത് പൊളിക്കണോ? പൊളിച്ചാലേ നമുക്കിത് പരിഹാരം ചെയ്യാൻ പറ്റുമോ? പൊളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ 2-3 കാരണമുണ്ട്. ചിലർ പറയും വീട് വെച്ചിട്ട് ഇപ്പോൾ 6 മാസമായതേ ഉള്ളൂ, അല്ലെങ്കിൽ 1 വർഷമായതേ ഉള്ളൂ, അതുകൊണ്ട് അത് പുതിയ വീടാണ് സാറേ, പൊളിക്കാൻ പറ്റത്തില്ല. ചിലർ പറയും പൊളിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി പണിയാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല. ചിലർ പറയും നമുക്ക് ഇത്ര സെന്റ് സ്ഥലമേ ഉള്ളൂ, പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ അല്ലെങ്കിൽ അനക്കാനോ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളോ ആയിക്കോട്ടെ, അത് പൊളിച്ചു മാറ്റി ചെയ്യേണ്ടവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതല്ല, പൊളിച്ചു മാറ്റാതെ തന്നെ ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിലുള്ള ടൂൾസും മറ്റുള്ള കാര്യങ്ങളും വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.